കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടോപ്പ് 5 ടീംസിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് കൂടാതെ ഒരുപാട് ടീംസ് ഉണ്ട്. കാരണം സ്പെയിൻ ഉണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്, സർപ്രൈസസ് ആയിട്ട് തരുന്ന മൊറോക്കോ, ക്രൊയേഷ്യ, പിന്നെ വേറെ ഉറുഗ്വ ഉണ്ട്, ഇതുപോലെ ടീമുകളുണ്ട്, കൊളംബിയ ഉണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് സമയം ബാക്കിയുള്ള ബിഗ് ടീംസിനെ സർപ്രൈസ് ചെയ്യാൻ കഴിയുന്ന ടീമുകളാണ്. എല്ലാവരും ഫിഫ റാങ്കിങ് അണ്ടർ 20 വരുന്ന ടീമാണ്. അപ്പോൾ ഇത്രയും സ്ട്രോങ് ടീം ഇപ്രാവശ്യം 48 ടീംസ് ഉണ്ടായിരുന്ന വേൾഡ് കപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സർപ്രൈസുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം റൗണ്ട് ഓഫ് 16 മുമ്പ് തന്നെ റൗണ്ട് ഓഫ് 32 വരുന്നുണ്ട്. അതായത് അതിന് മുമ്പ് നോക്കൗട്ട് വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരൊറ്റ മാച്ച് സർപ്രൈസ് കൊണ്ട് ബിഗ് ടീംസ് ഏതെങ്കിലും ഒരു മാച്ചിൽ നോക്കൗട്ടായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പ് 5 ടീംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൽ സ്പെയിനും ഇംഗ്ലണ്ടും അതുപോലെ ക്രൊയേഷ്യ, നോർവേ ഇതുപോലെ ടീമുകളും സെമിയിലോട്ടോ അല്ലെങ്കിൽ റൗണ്ട് ഓഫ് 16 ക്വാർട്ടറിലോട്ടോ എത്തിക്കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് ഉണ്ടാവില്ല. കാരണം എല്ലാ വേൾഡ് കപ്പിലും ഒന്നോ രണ്ടോ ടീം സർപ്രൈസിങ് തരാറുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ റൗണ്ട് ഓഫ് 16 എങ്ങനെയായിരിക്കും, റൗണ്ട് ഓഫ് 32 എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു നമ്മുടെ ഒരു ചെറിയ പ്രഡിക്ഷൻസ് കാര്യങ്ങൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ ജേർണലിസ്റ്റിന്റെ ഒരു ഡിസ്കഷൻ പ്രകാരം നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ വരിക എന്നുള്ള ഒരു ചെറിയ പിക്ചർ ഉണ്ടായിരിക്കും. പിന്നെ സർപ്രൈസസ് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഫുട്ബോളാണ്, ചെറിയ ചെറിയ സിംഗിൾ മാച്ച് സർപ്രൈസുകൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, വരുന്ന വീഡിയോകളിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം.